അസ്സലാമു അലൈക്കും. കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിതാ നല്ലൊരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് ഉണ്ടാക്കുന്നത്. നമ്മളെ കോഴി നിറച്ചത്. ഇതെന്ന് വെച്ചാൽ പുതിയാപ്പിള സൽക്കാരത്തിനും ഇഫ്താർ പരിപാടിക്കും ഗോള് കൊടുത്തയക്കാനും അങ്ങനെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മൾ ഏറ്റവും അധികം ഉണ്ടാക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് ഈ കോഴി നിറച്ചതും പത്തിരി. പത്തിരിൻ്റെ വീഡിയോ നമ്മൾ കുറേ മുന്നേ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ അന്ന് ഉണ്ടാക്കിയ പത്തിരിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരുപാട് പേര് വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. പക്ഷേ ഇതിന് യൂസ് ചെയ്യുന്ന ചിക്കൻ ഇവിടെ കിട്ടാൻ കുറച്ച് പണിയാണ്. അതുകൊണ്ടും കൂടാണ് ഇത്രയും ഡിലേ ആയത്. അപ്പോൾ നിങ്ങളിനി വേഗം റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടു നോക്കൂ. ഇഷ്ടമായാൽ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. ബിസ്മില്ലാ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ചിക്കനിൽ ഫില്ല് ചെയ്യാനും അതേപോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയും അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിതാ ചീനച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ സൈസിലുള്ള ഉള്ളിൻ്റെ പകുതി നല്ല നേരിയതായിട്ട് അരിഞ്ഞെടുത്തത് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് പൊരിച്ചെടുക്കുകയാണ്. സാധാരണ നമ്മൾ ബിരിയാണിക്കൊക്കെ വേണ്ടിയിട്ട് ഉള്ളി പൊരിച്ചെടുക്കല്ലോ, അതേപോലെ തന്നെ അങ്ങോട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഉള്ളി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അങ്ങോട്ട് കോരി മാറ്റാം. ഇത് എണ്ണയിലേക്ക് തന്നെ ഞാനിതാ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഇട്ടിട്ട് അങ്ങോട്ട് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് അണ്ടിപ്പരിപ്പ് ഒന്ന് റെഡിയായി വരുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് കൊടുത്ത് രണ്ടും കൂടെ അങ്ങോട്ട് കോരിയെടുക്കാം. ഇനി നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാനുള്ള കായം റെഡിയാക്കി എടുക്കാം. ഞാനിത് 1.5 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കട്ടിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ചിക്കൻ്റെ മേലെ അങ്ങോട്ട് തേച്ച് കൊടുക്കാം. ഇനി ഇതാ നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. നമ്മൾ നുറക്കാനൊക്കെ എപ്പോഴും സ്പ്രിംഗ് ചിക്കൻ തന്നെയാണ് എടുക്കുക. ഇനി അഥവാ നിങ്ങൾക്കിത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ സാധാരണ ചിക്കനും എടുക്കുക. പക്ഷേ അതിൻ്റെ വെയിറ്റ് ഒരു 500 ഗ്രാമിനേക്കാളും കുറവായിരിക്കാൻ ശ്രദ്ധിക്കുക. നല്ല ചെറിയ ചിക്കൻ കൊണ്ട് തന്നെ ചെയ്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. സ്പ്രിംഗ് ചിക്കനൊക്കെ ഇപ്പോൾ നാട്ടിലൊരുവിധം എല്ലാ സ്ഥലത്തും കിട്ടുമെന്ന് വിചാരിക്കണം. ഗൾഫിലൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളെ സാധാരണ സൂപ്പർ മാർക്കറ്റിലൊന്നും കണ്ടിട്ടില്ല. ചെറിയ കോഴിപ്പീടികളിലൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ കിട്ടും. നമ്മളിതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഉള്ളിലും പുറത്തൊക്കെ നന്നായിട്ട് കഴുകിയെടുത്ത് നന്നായിട്ട് അങ്ങോട്ട് വെള്ളം വാർത്തിയെടുത്തിട്ടുള്ളതാണ്. കഴുകിയെടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഒരു അരിപ്പയിലോ അല്ലെങ്കിൽ ഓട്ടമുള്ള പാത്രത്തിലിട്ട് വെച്ചാൽ തന്നെ നന്നായിട്ട് അങ്ങോട്ട് വെള്ളം വാർന്ന് കിട്ടും. എന്നിട്ട് ഇതാ ഉള്ളിലും പുറത്തൊക്കെ ഇതുപോലെ അങ്ങോട്ട് നന്നായിട്ട് കായം തേച്ച് പിടിപ്പിക്കാം. ഇനി ഇതിൽ നിറക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 മുട്ട പുഴുങ്ങിയെടുത്ത് തൊലിയൊക്കെ ഉരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ചെടുത്തിട്ടുള്ള ഉള്ളിയും അണ്ടിപ്പരിപ്പും കിസ്മിസും എന്നൊക്കെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ്റെ ഉള്ളിലേക്ക് ഇതൊക്കെ അങ്ങോട്ട് നിറച്ച് കൊടുക്കാം. ആദ്യം തന്നെ അതൊരു പുഴുങ്ങിയ മുട്ട അങ്ങോട്ട് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ പൊരിച്ചെടുത്തിട്ടുള്ള ഉള്ളി കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇത് 2ാമത്തെ മുട്ടയും നമുക്ക് ചിക്കൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇനി ചിക്കൻ്റെ 2 കാലും ക്രോസ് ചെയ്ത് വെച്ചിട്ട് ലോക്ക് ചെയ്യുന്നൊരു പരിപാടി ഉണ്ട്. പക്ഷേ എനിക്കിപ്പോൾ അത് കാണിച്ചു തരാൻ പറ്റില്ല, കാരണം അതിൻ്റെ അടിഭാഗം കീറിയെടുത്തിട്ടാണ് ഉള്ളിലുള്ളതൊക്കെ എടുത്തിട്ടുള്ളത്. ഇത് അടിഭാഗം കീറാതെ ഇതിൻ്റെ വയറിൻ്റെ സൈഡിലൊരു പാട പോലത്തെ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം ഒരു സൈഡ് മാത്രം അങ്ങനെ കീറിയെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലത്തതൊക്കെ എടുത്ത് മാറ്റുകയാണെങ്കിൽ നമുക്ക് ഈ കാല് 2ഉം ക്രോസ് ചെയ്ത് വെച്ചിട്ട് ലോക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പിന്നെ ഈ സൂചി നൂലും വെച്ച് തുന്നേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ ഇത് സൂചി നൂലൊക്കെ വെച്ചിട്ട് തുന്നി കൂട്ടിയെടുക്കുകയാണ്. അപ്പോൾ നമ്മളിതാ നൂലുകൊണ്ട് കെട്ടി നല്ലോണം ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുക്ക് ചെയ്ത് സെർവ് ചെയ്യുന്ന സമയത്ത് നൂലെടുക്കാൻ മറക്കണ്ട കേട്ടോ. ഇനി ഇതിൽ നല്ലോണം കായം പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇത് നമുക്ക് ചെറുതായി ഒന്ന് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ നല്ല കുഴിഞ്ഞ് ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് കേട്ടോ കുറച്ചുകൂടെ നല്ലത്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ നിറച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് അങ്ങോട്ട് പൊരിച്ചെടുക്കാം. ഓരോ ഭാഗവും അരിഞ്ഞ് കിട്ടുമ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് അങ്ങോട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ 2 ഉള്ളി അരിഞ്ഞെടുത്തതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതും 2-3 പച്ചമുളക് അരിഞ്ഞെടുത്തത്, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് താളിച്ചെടുക്കാം.
അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ നന്നായി താളിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മുളകും മസാലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു വീഡിയോൻ്റെ പാർട്ട് റെക്കോർഡായി കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം എത്ര മുളകും മസാലയൊക്കെയാണ് ചേർത്തിട്ടുള്ളതെന്ന്. 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ നിറച്ച മസാലപ്പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ മസാലപ്പൊടി ഇല്ലെങ്കിൽ അത് ചേർക്കണം നിർബന്ധമില്ല. കുറച്ച് പെരിഞ്ജീരകപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്താൽ മതി. നമ്മൾ ഈ കറിക്ക് ശരിക്കും മസാലപ്പൊടിൻ്റെ ഫ്ലേവർ അല്ല വേണ്ടത്, ആ ചിക്കൻ്റെ ഫ്ലേവർ തന്നെയാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. ഇനി ഇതിലേക്ക് 2.5 തക്കാളി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതാ നമ്മളെ കുറച്ച് പച്ച മസാലകൾ, അതായത് നമ്മളെ മല്ലിച്ചപ്പ് പുതിന കുറച്ച് ചേർത്താൽ മതി, മല്ലിച്ചപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളിയൊക്കെ ഉടഞ്ഞ് അതിലെ വെള്ളമൊക്കെ വറ്റി കിട്ടുന്നത് വരെ നമുക്ക് താളിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ നിറച്ച് പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ വെച്ച് കൊടുക്കുകയാണ്. കൂടെ തന്നെ നമുക്കൊരു 3/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മൂടി കൊടുത്ത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് അരമണിക്കൂറെങ്കിലും തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. ശരിക്കും ആ ഗ്രേവിയിൽ ഉപ്പും പുളിയൊക്കെ പിടിക്കണം, അതേപോലെ ചിക്കൻ്റെ ഫ്ലേവർ ഗ്രേവിയിലേക്ക് ഇറങ്ങണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് പത്തിരി ഉണ്ടാക്കിയെടുക്കാം. ഞാനിത് ഒരു 1.25 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അത് 1 ടീസ്പൂൺ നിറച്ചും ഞാൻ വെജിറ്റബിൾ ഗീ ആണ് എടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന നെയ്യ് ഏതാണോ അത് ചേർത്ത് കൊടുക്കാം. ഇനി നെയ്യ് ചേർക്കാൻ തീരെ താല്പര്യമില്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ നെയ്യ് ചേർക്കുമ്പോഴാണ് കുറച്ചുകൂടി നല്ല ടേസ്റ്റും നല്ലൊരു ടെക്സ്ചറും കിട്ടുക. അപ്പോൾ ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കാം. വല്ലാതെ ലൂസാവാതെ കുഴച്ചെടുക്കണം, കുറച്ച് ഹാർഡായിട്ട് തന്നെ കുഴച്ചെടുക്കണം. അതായത് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ല ഹാർഡായിട്ട് വേണം കുഴച്ചെടുക്കാൻ. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്ത് ഒരു 8 ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഞാനിതിപ്പോൾ തന്നെ പരത്തി തുടങ്ങുകയാണ്. കുറച്ച് മൈദപ്പൊടിയും കൂടി ഇട്ട് പരത്തുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പരത്തിയെടുക്കാം. കുറേ അധികം പൊടി ഇടരുത് കേട്ടോ. ഇനി നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ വട്ടത്തിൽ അങ്ങോട്ട് പരത്തിയെടുക്കാം. ഷേപ്പൊന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല. കുറച്ച് നൈസായിട്ട് അങ്ങോട്ട് പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു 1.5 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് തേച്ച് കൊടുക്കാം. ഇനി 2 സൈഡൊന്നും മിഡിലേക്ക് മടക്കി കൊടുക്കാം. എന്നിട്ട് ഇവിടെയും കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ തേച്ച ഓയിലിൻ്റെ ബാക്കി തന്നെ കയ്യിലുണ്ടാവും, അതന്നെ മതി. എന്നിട്ട് ഇപ്പുറത്തെ 2 സൈഡൊന്നും മിഡിലേക്ക് അങ്ങോട്ട് മടക്കി കൊടുക്കാം. ഇനി ഇവിടെ ഒരു ഇത്തിരി ഓയിലും കൂടെ അങ്ങോട്ട് തേച്ച് കൊടുക്കാം. അധികം ആവണ്ട, അധികമായാൽ പിന്നെ നമുക്ക് നീട്ടി പരത്താൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇത് 4 കോർണറും കൂടെ കൂട്ടി പിടിച്ചിട്ട് മിഡിലേക്ക് അങ്ങോട്ട് മടക്കി കൊടുക്കാം. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഉരുളകളൊക്കെ മടക്കിയെടുക്കാം. ഇനി മടക്കി പരത്തിയതൊക്കെ നമുക്കൊരു ഡയമണ്ട് ഷേപ്പിലാക്കി വെച്ചിട്ട് ചെറുതായിട്ട് അങ്ങോട്ട് നീട്ടി പരത്താം. അപ്പോൾ നമ്മൾ പത്തിരിയൊക്കെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് നെയ്യിൽ പൊരിക്കാൻ താല്പര്യമില്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കാം കേട്ടോ. പിന്നെ അത് നന്നായിട്ട് മുങ്ങി പൊരിയാൻ ആവശ്യമായിട്ടുള്ള അത്ര തന്നെ നെയ്യ് എടുക്കാം. ഇനി ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഓരോ പത്തിരി ഇട്ടിട്ട് അങ്ങോട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ പത്തിരിയും റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടാക്കുമ്പോൾ എപ്പോഴും സെർവ് ചെയ്യുന്ന സമയത്ത് തന്നെ പൊരിച്ചെടുത്താൽ മതി കേട്ടോ. ചൂടാറിയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ലാസ്റ്റ് മിനിറ്റ് മാത്രം പൊരിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത് അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി കുറുകി നമ്മളെ കോഴി നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് റെഡി ആക്കണം, അല്ലെങ്കിൽ നല്ല എളുപ്പത്തിൽ റെഡി ആക്കണം എന്നുണ്ടെങ്കിൽ ഇത് കുക്കറിലും ചെയ്യാം കേട്ടോ. കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്ര അധികം വെള്ളം ഒഴിക്കണം എന്നില്ല, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി.
ഇനി ഇതാ മേലെ നമുക്ക് പൊരിച്ചെടുത്തിട്ടുള്ള ഉള്ളിയും അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുകയും ചെയ്യുക. അത് ഡെക്കറേഷൻ മാത്രമല്ല കേട്ടോ, നല്ലൊരു ടേസ്റ്റാണ് ഇടയ്ക്ക് ഈ അണ്ടിപ്പരിപ്പും ഉള്ളിയൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ. പക്ഷേ ചിലർക്ക് ഈ മധുരം ഇടയ്ക്ക് വരുന്നത് ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ആദ്യം ഉള്ളി റെഡിയാക്കിയല്ലോ, അതായത് മസാല റെഡിയാക്കിയല്ലോ, അതിന് തക്കാളി ഇടുന്ന മുന്നേ ഉള്ള ആ ഒരു മസാല ഈ ചിക്കൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുത്താലും മതി. പിന്നെ ഇതിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ നമ്മളെ പത്തിരി തന്നെയാണ്. എന്നാലും അരിപ്പത്തിരിൻ്റെ കൂടെ വെള്ളപ്പത്തിൻ്റെ കൂടെയൊക്കെ മാച്ചാവും. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ കോഴി നിറച്ചത് ഇഷ്ടമായെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കുമ്പോൾ മാക്സിമം ഈ സ്പ്രിംഗ് ചിക്കൻ കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്ന കോഴിമുട്ടയ്ക്ക് വരെ ഒരു നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെ അത് കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ചിക്കന് അധികം കാമ്പൊന്നും ഉണ്ടാവില്ല, അധികം എല്ലാം തന്നെ ആയിരിക്കും, പക്ഷേ നല്ല ഫ്ലേവറാണ്. എന്തായാലും ഇതുകൊണ്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.